മൂടൽ മഞ്ഞിനാൽ നിറഞ്ഞ ഒരു വയനാടൻ പ്രഭാതത്തിലേക്ക് ഒന്ന് പോയി വന്നാലോ? എല്ലാവർക്കും ഒരുപോലെ അല്ലാന്നറിയാം. പക്ഷെ വയനാട്ടിലെ പ്രഭാതം എന്ന് പറയുമ്പോൾ അതൊരു ഹൃദയം സ്പർശിക്കുന്ന അനുഭവം തന്നെയാണ്. ഇന്ന് കണ്ണു തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ലോകം മുഴുവൻ മഞ്ഞിൻ്റെ വെളുത്ത മൃദുസ്പർശത്തിൽ പൊതിഞ്ഞിരിക്കുന്നതായി തോന്നി. ആ കാഴ്ച കണ്ട മുറയ്ക്ക് തന്നെ മനസ്സിനുള്ളിലെ ശബ്ദം മെല്ലെ മെല്ലെ ശാന്തമായി പോകുന്നതായും തോന്നി. മൂടൽമഞ്ഞ് ഒരൊറ്റ പാതയിലൂടെ നിശബ്ദമായി ഒഴുകിപ്പോകുന്നുണ്ട്. പക്ഷെ ആ നിശബ്ദതയിലുമുണ്ട് പറയാനാവാത്തൊരു സംഗീതം. മഞ്ഞ് വന്നാൽ പ്രകൃതിയുടെ ഹൃദയം അടുത്തറിയാനാകുമെന്ന് ചിലർ പറഞ്ഞതുപോലെ ഇപ്പോൾ അത് സത്യമാകുന്നു എന്നുള്ള ഒരു ഫീലിംഗ് മനസ്സിൽ തോന്നുകയാണ്. ഓരോ ശ്വാസത്തിലുമുണ്ട് ഒരു തണുപ്പ്, എന്നാൽ ആ തണുപ്പിനൊപ്പം ഒരാശ്വാസവും. മനസ്സിനെ സാവധാനം പിടിച്ച് നെഞ്ചോട് ചേർക്കുന്നത് പോലെയുള്ള ഒരനുഭൂതി. കുന്നുകൾ മഞ്ഞിനുള്ളിൽ മുഴുവനും മറിഞ്ഞിരിക്കുമ്പോൾ പ്രപഞ്ചം തന്നെ ഒരു പുതിയ കഥ എഴുതുന്നത് പോലെ തോന്നുന്നു. മരങ്ങൾ, കുന്നുകൾ, വഴികൾ എല്ലാം എന്നോട് മാത്രം ചൊല്ലുന്ന ഒരുതരം പ്രണയ കവിത പോലെ. ഈ മൂടൽ മഞ്ഞിൽ നടക്കുമ്പോൾ ജീവിതത്തിൻ്റെ പരിവർത്തനങ്ങളും കുഴപ്പങ്ങളും ഒന്നൊന്നായി മഞ്ഞിൽ അലിഞ്ഞു പോകുന്നുവെന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. ഒരു നിമിഷം ലോകം തന്നെ എന്നോട് ചേർക്കുന്നു എന്ന് അനുഭവിക്കാൻ കഴിയുന്ന ഒരു നിമിഷം. വയനാടിൻ്റെ ഈ പ്രഭാതത്തിൽ സൂര്യൻ്റെ ചെറുകിരണം മഞ്ഞിലൂടെ വീഴുമ്പോൾ മനസ്സും അതോടൊപ്പം ഒരു വെളിച്ചം കാണും. ആ വെളിച്ചം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ജീവിതത്തിൽ എത്ര മഞ്ഞ് വന്നാലും ഒടുവിൽ ഒരു സൂര്യപ്രകാശം നമ്മെ കാത്തിരിക്കുന്നുവെന്ന്. ഈ കതിരിനാൽ മൂടൽമഞ്ഞ് വന്ന് മൂടി നിൽക്കുമ്പോൾ ആ തുളസിക്കതിര് ഒരു സൂര്യകിരണങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുകയല്ലേ? ഈ പ്രഭാതം വെറും ഒരു കാഴ്ച മാത്രമല്ല, ഒരു ഫീലിംഗ് തോന്നുന്നു, ഹൃദയം സ്പർശിക്കുന്നതായി തോന്നുന്നു, മനസ്സിന് തോന്നുന്ന നല്ലൊരു സമാധാനമായി തോന്നുന്നു. ഒരു പുതിയ ദിനം പുതിയ ഹൃദയത്തോടെ സ്വീകരിക്കാൻ പ്രകൃതി തന്നിട്ടുള്ള ശാന്തമായ ഒരു പ്രാർത്ഥനയായി തോന്നുകയാണ്. മനോഹരമായി തോന്നിയ ഈ പ്രഭാതം ഞാൻ വീഡിയോയിലൂടെ ഇങ്ങ് പകർത്തിയതാണ്. ഈ മഞ്ഞുകൾ കാണുമ്പോൾ മനസ്സിൽ തോന്നുന്ന ചെറിയ ചെറിയ വാക്കുകൾ അത് ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു പ്രഭാതം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നേരുകയാണ് നല്ലൊരു ദിവസം. വയനാട് പറയുന്നു, മഞ്ഞ് പടരട്ടെ, മനസ്സിൽ നിൻ്റെ സമാധാനം നിറയട്ടെ എന്ന്. അല്ലേ? എല്ലാവർക്കും സമാധാനമല്ലേ ആവശ്യം? ഇതുപോലൊരു മഞ്ഞ് നിറഞ്ഞ പ്രഭാതത്തിന് ഒന്ന് ആസ്വദിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ മഞ്ഞുകളും പ്രകൃതിയുമൊക്കെ നമ്മോട് സംസാരിക്കുന്നതായിട്ട്. അപ്പോൾ മറ്റൊരു പ്രഭാതത്തിൽ കാണാം. ബൈ.